ഓരോ അതെ സെക്രട്ടറി, ഈ ഭരണപക്ഷവും ചെയർമാനും കൂടിയിട്ട് എന്തുട്ടാ കാട്ടണേ? എന്തുട്ടാ കാട്ടണേ? ഈ കൊറോണ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമൊന്നല്ലോ, ലോകം മുഴുവനുള്ള സാധനല്ലേ അല്ലേ? പിന്നെ ഇതിന്റെ പേരിൽ ഈ ചെയർമാൻ മൊയ്തും കൂട്ടും എന്തുട്ട് തേങ്ങ കാട്ടണേ? അതന്നെ ഞാനും ചോദിക്കണേ. അതെ, ഇതപ്പൊ ട്രംപ് ഇപ്പൊ ഈ മൊയ്ത് കാണിക്കണ മാതിരി ട്രംപ് അവിടെ അമേരിക്കയിൽ വാർഡായ വാർഡ് മുഴുവൻ മൈക്ക് സെറ്റും വെച്ച് കെട്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ബീമ്പിളക്കിക്കൊണ്ടിരിക്കും. അവിടെ വംശീയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. മൂപ്പർക്ക് അത് നോക്കാൻ സമയമില്ല. പിന്നീട് ഇപ്പൊ കൊറോണ. അതാണ് ഇപ്പൊ തന്നെ ഈ ചെയർമാനും കൂട്ടും ഒരു 4 മണിയായ ക്യാബിനിൽ കയറിയിട്ട് മൊബൈലിൽ ഓരോന്ന് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അത് മുനിസിപ്പാലിറ്റി മുഴുവൻ കേൾപ്പിച്ചോണ്ട് കിടക്കാം. ഇതൊക്കെ എന്തുട്ടാ വട്ടുണ്ടോ ചോദിച്ചാ കണ്ണും ചെവിടുന്ന് പറഞ്ഞല്ലാതെ ഇല്ല. ഇപ്പൊ തന്നെ എന്റെ വാർഡിൽ ഒരു ഫിഷറി സ്കൂള് അറിയാലോ? അറിയാം, 23-ാം വാർഡ്. അത് എന്റെ വാർഡാണ്. അവിടെ എൽ പി സ്കൂളല്ലേ? ഇത് സുഗതന്റെ വാർഡ്. ഫിഷറീസ്. ഈ ചെയർമാൻ മൊയ്തും കൂട്ടരും ഓടി നടന്നിട്ട് ഈ ഫിഷറി സ്കൂളിലെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി. ആ പേടിയിൽ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ സ്ഥലം മാറിയെന്ന്. നല്ല കാര്യണ്ടാ? ഒരു കാര്യമില്ല. അവിടെ ക്വാറന്റൈൻ ഒരുക്കിന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ട കാര്യമില്ലല്ലോ. സെക്രട്ടറി എന്തുട്ടീ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ല. ഈ മൊയ്തുവിന് ഈ ഫിഷറി സ്കൂളിൽ ക്വാറന്റൈൻ സംവിധാനം എടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? കാര്യണ്ടോന്ന് ചോദിച്ചാ കാര്യണ്ടോ? ഇല്ലല്ലോ. വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. പോരെ വേണ്ടാന്ന് വെക്കണമെന്ന് അമ്മാരി തമ്മാരത്തിലുള്ള ചെയർമാൻ കാണിക്കണത്. ഇപ്പൊ തന്നെ താലൂക്ക് ആശുപത്രിയിലെ ക്വാറന്റൈനിൽ താമസിക്കുന്നവർക്ക് 3 നേരമാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നത്. ഇതൊക്കെ അയാളുടെ ജാടയാണെന്നേ. ആരപ്പോ ഇവിടെ പട്ടിണി കിടക്കണേ? ഒരാളും പട്ടിണി കിടക്കണില്ലേ? ഇനിയിപ്പോ ഈ കൊടുക്കണ സാധനം തൊട്ടേ ഒരു ഇത്തിരി ചോറ്, അതിന്റെ അരികിൽ ഒരു ഇത്തിരി ചാമ്പാറ്, പിന്നെ അല്ല പുളിശ്ശേരി, എന്തൊക്കെ അതവര് ഇരുന്ന് കഴിക്കണവർക്ക് വിശപ്പ് മാറണ്ടേ? ആ ഇലയിൽ തൊട്ടിട്ടൊന്ന് ഇങ്ങനെ നക്കുമ്പോഴേക്കും ചോറ് കഴിക്കും. വിശപ്പ് മാറാണ്ടെന്ന് ഓരോന്ന് എണീറ്റ് പോണ പാവങ്ങള്. ഇതപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറില് വെണ്ടക്കേനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞത്. വെണ്ടക്കിൽ എന്ത് സാമ്പാറത്? ഏതാ പറമ്പ് കിട്ടിയിട്ടുള്ള ചൊറിയും ചാമ്പൊക്കെ വെട്ടി നോക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിരിക്കണേ. സാമ്പാറത് അതുകൊണ്ടാ ഞാൻ പറയണത് ഇവിടെ ഭരണം മാറണമെന്ന്. ഭരണം മാറിയാലേ ഇവിടെ സാമ്പാർ നന്നാവൂ. അല്ല, ഇത് മറ്റേ നാട് നന്നാവുള്ളൂ. എന്താ സെക്രട്ടറി അഭിപ്രായം? എന്താ അഭിപ്രായം? അല്ല, ശരിയാണ് അല്ലെ? എങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഭരണം മാറുന്നത് നല്ലത്. മാറണം വേണം. നമ്മുടെ സെക്രട്ടറിക്ക് വരെ ഇപ്പൊ ഭരണം മാറണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴല്ല, എനിക്ക് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭരണം മാറണമെന്ന്. നിങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോ ഞാനല്ല ഇവിടെ ചെയർമാൻ. അതെ അത് കറക്റ്റ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാലേ മൊയ്തു ചെയർമാനായല്ലോ, അതിനുശേഷം ഈ ഭരണം മാറണം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. അല്ല, അതിപ്പോ ഈ സെക്രട്ടറി മാത്രം വിചാരിച്ചാ പോരാ, നാട്ടുകാരും കൂടി അങ്ങനെ വിചാരിക്കണം. അല്ല, ഇങ്ങനെ പോയാൽ അവര് വിചാരിക്കും ഭരണം മാറും. യാതൊരു അംശമില്ല. അല്ല, അതെ, എന്നാ പിന്നെ ശരി. നമുക്ക് അപ്പൊ സെക്രട്ടറി സംഗതി ഇതൊക്കെയാണ് പറയാൻ വെച്ചിട്ടൊന്ന് വന്നു മാത്രം. എന്നിട്ട് ഞങ്ങൾ നീങ്ങാ. പിന്നെ തന്റെ വാർഡില് അവര് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിണ്ടായിരുന്നല്ലോ. അവിടെ ഏതൊരാൾക്ക് എന്താ തലയണ കിട്ടിയില്ല എന്താ പറയുന്നുണ്ട്. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കിട്ടിയില്ല എന്ന് തന്നെ അങ്ങോട്ട് പറയാലോ. നമ്മളിവിടെ ഉണ്ടെന്നെങ്കിലും നാട്ടുകാരെ അറിയട്ടെ. പിന്നെ അപ്പൊ ശരി എന്നാ. തിരിവില്ലാത്തവന്മാര്. എന്താ തനിച്ചായോ ഇവിടെ മറ്റുള്ളവരൊക്കെ? അല്ല, 5 മണിയായല്ലോ സാറേ. എല്ലാരും പോയി. മന്മഥൻ സാറ് ഫീൽഡ് വർക്കിനും പോയി. ഇയാൾക്ക് എപ്പോ നോക്കിയാലും ഫീൽഡ് വർക്കാണല്ലോ. എന്തുട്ട് ഫീൽഡ് വർക്ക്? വേറെ ചുറ്റിക്കറങ്ങന്നല്ലേ? അതെ, ഈ കൊറോണ ഉണ്ടല്ലോ, കൊറേ ആൾക്കാർക്ക് നല്ല ഉപകാരം ഉണ്ട്. ഇന്നല്ലാണ്ട്. എന്നാ ശരി.
ആ മണ്ഡലത്തിൽ ഇറങ്ങിയില്ലേ? ഇല്ല സാറേ, ഇപ്പൊ പോയി നേതാക്കന്മാര് പോട്ടേന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഇനി അവരിവിടെ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മറ്റേത് 5 മണിന്നുണ്ടെങ്കിൽ അപ്പം ഇറങ്ങണ്ടേ. പിന്നെ വല്ല അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാ പിന്നെ സന്തോഷമായി. എന്റെ സാറേ, ഇപ്പൊ എനിക്ക് ഓഫീസിലേക്ക് വരാനാ കൊതി. ഈ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്ന് മടുത്തൂന്നേ. ആ ഇടയ്ക്കൊക്കെ എങ്ങോടെങ്കിലും ഒക്കെ ഒരുങ്ങി ഇറങ്ങണമെന്ന് നമുക്കും ഉണ്ടാവില്ല ആഗ്രഹം. സാർ വന്നല്ലോ. ഇതാരാ സാറേ? ജനങ്ങൾ ഒരു മഹാമാരി കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുക. അതിനിടയ്ക്ക് ഇവനെ പോലുള്ളവന്മാര് ചീഞ്ഞ മത്സ്യമായിട്ട് വന്നേക്കുക. ചീഞ്ഞ മത്സ്യോ? കാസർഗോഡുകാരനാ. ഒരു വണ്ടി നിറയെ ചീഞ്ഞളിഞ്ഞ മത്സ്യം, എന്നിട്ട് പറയാ പച്ച മീനാണ്. എവിടെ ഒപ്പിടും? നല്ല പടവടക്കുന്ന ഒപ്പിടും. എന്നിട്ട് മീൻ എന്ത് ചെയ്തു സാറേ? മീന് കുടിച്ചു പോടി സാറേ. ഓ, 2 ഉണ്ടായിരുന്നു നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വഴിക്ക് വീട്ടിൽ കൊടുത്തിട്ട് വന്നു. കറി വെക്കാൻ പിന്നെ എന്തേലും ആവട്ടെ. അപ്പൊ ഈ ചീഞ്ഞ മീൻ എവിടെ കുഴിച്ചു മൂടിയത്? അത് നമ്മുടെ മറ്റേ കൗൺസിലർ പ്യാരി ഇല്ലേ, അദ്ദേഹത്തിന്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അവിടെ കൊണ്ടിട്ട് കുഴിച്ചു മൂടി എന്ന് പറയാനല്ല, ഇട്ടിട്ട് കുറച്ച് മണ്ണം കിട്ടിട്ട് ഇത്രേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒന്നുകൂടെ കഴുകി വരുമ്പോ ഈ ആളുകൾക്ക് പ്രശ്നമാവില്ലേ? സ്മെല്ലൊക്കെ ആകടി. അല്ല, അത് മെമ്പർ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെമ്പർ ആയിട്ടോളാം, നിങ്ങൾ അതൊന്നും നോക്കണ്ട. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇറങ്ങട്ടെ സാറേ? ഞാനും ഇറങ്ങാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ? ഞാനും ഇറങ്ങി. ആണോ? പിന്നെ എന്റെ ചോറും പാത്രം കണ്ടായിരുന്നോ? താൻ പോയില്ലേ? പോയിന്റ്. താൻ പൊയ്ക്കോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പോ. എടോ, ഇയാൾ പൊക്കോ. ഇവിടെ ഓഫീസ് പൂട്ടും. ഞാനിപ്പോ ഇവിടെ പൂട്ടിട്ട് പോവാൻ പോവാ. പുസ്തകം പേടിപ്പിച്ചോളല്ലോ. അട്ടിവെക്കുന്നല്ലോ. അതെ, താൻ പോയില്ല. താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്ന? ഞാൻ എവിടെയാ പോണ്ടേ ഇനി സാറേ? എവിടെയാന്ന് വെച്ചാൽ താൻ പോണം. സാറേ, എന്റെ വണ്ടി പോയി, മീനും പോയി, പോലീസ് സ്റ്റേഷനിൽ കേസുമായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? സാർ, നിങ്ങൾ ഇപ്പൊ തൽക്കാലം എന്നെ ഈടിയടം ആക്കണം. എവിടെയാക്കാൻ? ഈടിയടം കിടന്നോളാം. ഇവിടെ ഇത് മുനിസിപ്പാലിറ്റി ഓഫീസാണ്. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഇയാൾ പോയേ. മുനിസിപ്പാലിറ്റി ഓഫീസാണ് ഇത്. ഇവിടെ ഇത് കിടക്കുന്ന സ്ഥലമല്ല. ഇവിടെ ഒരു സ്ഥലത്തെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കിടക്കാനുള്ളതല്ല. നിങ്ങൾ എന്നെ അനിയനായിട്ട് കാണും സാറേ. എനിക്ക് ഇങ്ങനെ മത്സ്യ കച്ചവടം ചെയ്യുന്ന അനിയനില്ല. മോനായിട്ട് കാണാമോ? കളിക്കരുത് കേട്ടോ സാറേ. എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കി തരണം. പുറത്ത് പോകാൻ പറ്റില്ല സാറേ. എടോ, അതങ്ങനെ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ വേറെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അവര് തീരുമാനിക്കണം. സാറേ, ഇന്ന് ഒരു രാത്രി മാത്രം. സാറ് ആരെങ്കിലും വിളിച്ച് ചോദിക്കുക സാറേ. വിളിച്ചോ പറ നടക്കും സാറ്. ആയിക്കോട്ടെ. മുഖ്യമന്ത്രിയാ ആരെ വിളിക്കണം? മതി സാറേ. ഒന്നുമില്ല സാറേ, ഒരു ചെറിയൊരു പ്രശ്നം പറയാനാണ്. ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനക്കുമില്ല. അതായത് ഞാനൊരു മീൻ വണ്ടി പിടിച്ചേ. അപ്പോൾ അതിൽ കാസർഗോഡ് നിന്ന് വന്ന വണ്ടിയാണ്, ചെറുവത്തൂര്. അപ്പോൾ അതിനകത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾക്കിപ്പോൾ ഒരു നിവൃത്തിയില്ല, കാശുമില്ല, വണ്ടിയും എല്ലാം പ്രശ്നത്തിലാണ്. അപ്പോൾ ഒരു രാത്രി ഇവിടെ ഒന്ന് കിടക്കാനുള്ള ഒരു സംവിധാനം. അല്ല, പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു സാറേ, പറഞ്ഞു. പക്ഷെ നിവൃത്തികേടാണ്. നാളെ കാലത്ത് പൊക്കോളും. രാവിലെ പോയി നേരം പുറത്ത് പിന്നെ ആള് പൊക്കോളും. ഓ സാർ. ആയിക്കോട്ടെ സാർ, ഞാൻ പറഞ്ഞോളാം. രാവിലെ പൊക്കോളും. ശരി. ഇത്രേ ഇല്ലു സഭ. ഇതിനാണ് ഇത്ര വലിയ കാര്യം. പ്രശ്നമില്ലാതെ സമ്മതിച്ചില്ല. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഇപ്പൊ സമ്മതിച്ചതാ. എന്റെ ഉത്തരവാദിത്തത്തിലാണ് സാറേ. അപ്പൊ ഞാൻ എവിടെ കിടക്കേണ്ടതാണ്? ഇവിടെ ബെഞ്ച് കണ്ടോ? ആ 2 ബെഞ്ച് ചേർത്തിട്ടിട്ട്, ഒരു ബെഞ്ച് മതി, ഒന്നിൽ കിടക്കുക. രണ്ടെണ്ണം ചേർത്തിട്ട് അവിടെ കിടന്നിട്ട് കാലത്തെ പൊക്കോളണം. കൊതുകുണ്ടാവുക? ഞാനിവിടെ കിടന്ന് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇവിടെ കിടക്കാം, അല്ല എങ്ങോട്ടേലും പോ. കക്കൂസ് താൻ എന്തിനുള്ള പുറപ്പാടാണ്? കക്കൂസ് കൊണ്ട് സാറേ കുളിക്കണം. ഇവിടെ അതൊന്നും നടക്കൂല. എടോ, തനിക്ക് കിടക്കാനുള്ളൊരു ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
താൻ ഇവിടെ ഇനിയിപ്പോ കക്കൂസും ഇതൊന്നും ഇവിടെ തരാൻ പറ്റില്ല. അവർ ഇവിടെ കിടക്കണമെങ്കിലൊക്കെ കക്കൂസ് കൊണ്ടേ എനിക്ക് കാര്യങ്ങൾ നടത്തട്ടെ. നിങ്ങൾ കാര്യങ്ങൾ നടത്തല്ലേ? എടോ ഞാൻ വീട്ടിൽ നിന്നല്ലേ വരണത്, ഞാൻ അതല്ല അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേ. എന്നാ പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെയും കാര്യം സാധിച്ചോളാം. സ്ഥലമുണ്ടല്ലോ. അതെ, നേരെ പുറത്തോട്ട് ഇറങ്ങണം, ഇടത്തോട്ട് തിരിയണം. അവിടെ ആദ്യം കാണുന്നതാണ് ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം അവിടെ ഉണ്ട്. വൃത്തിയുടെ ആക്കരുത്. വൃത്തിയുണ്ടല്ലോ. വൃത്തിയുടെ ആക്കരുത്. അപ്പൊ ഒരു കാര്യം, എന്റെ ചോറും ഭക്ഷണം വേണ്ട എനിക്ക്. താൻ എന്താ അവിടെ അവകാശം സ്ഥാപിക്കുകയാണ്? എന്താ എന്തായാലും ഒരു സൗജന്യം തന്നാൽ പിന്നെ താൻ എന്താ ഇനി പോകാനുള്ള വണ്ടിക്കാശ് എന്നോട് ചോദിക്കുമല്ലോ. അത് മോശമില്ല. നിങ്ങൾ ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, സൂക്ഷിച്ചെന്നോട് സംസാരിക്കണം കേട്ടോ. കുറച്ച് മനുഷ്യത്വം കാണിച്ചപ്പോ. അപ്പൊ ഒരു കാര്യം, ചോറും മീൻകറിയും മതി രാത്രി. രാവിലെ ഒരു കാൽ ചായ അതുണ്ടാവില്ലേ? അതെങ്ങനെ എത്തിക്കണം നിങ്ങൾ? ഇവിടെ നിൽക്കണ്ടല്ലേ? അതെ, ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ രാത്രിയുള്ള ഭക്ഷണം ഞാൻ എത്തിച്ചു തരും. പക്ഷെ കാലത്ത് ചായ പ്രതീക്ഷിച്ച് നിൽക്കരുത്. നേരം വെളുക്കുന്നതിന് മുമ്പ് പൊക്കോണം. ചായ ഒഴിവാക്കാം. കാലത്തെ പൊക്കോണം. രാവിലെ പോവും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ സ്ഥലം ഒന്ന് കാണിച്ചു തന്നെ വന്നു. എന്ത് സ്ഥലം? ബാത്റൂം. പോണോ? വിളിച്ചതല്ല, ഇതിന്റെ ഒച്ച കറക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഒരു നന്നാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ആ വിരലവിടുന്ന് മാറ്റി. ആ വിരല് വിരൽ മാറ്റി പിന്നെ ഇതെങ്ങനെ അടിക്കും? അതല്ല, അപ്പുറത്തെ ഇതാ. ആ ഓക്കെ. ഇത് നമ്മുടെ ഈ ഓഫീസിലുണ്ടെങ്കിൽ ഇതൊന്നും കൈകാര്യം ചെയ്തിട്ടില്ലേ, അതാ സംഭവം. സാറേ, അല്ല മന്മത, താനല്ലേ കാസർഗോട്ടുകാരനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? അയാളുടെ അവസ്ഥ ഇപ്പം എന്തായി? സാറേ, അത് എന്റെ ഇഷ്ടത്തിന് താമസിപ്പിച്ചൊന്നുമല്ല. മൊയ്തു സാറിനോട് അനുവാദം മേടിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ആളത് പോയി. വേറെ കുഴപ്പക്കാരനൊന്നും എന്തായി പിന്നെന്തായി എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. സാറേ ഞാൻ പറയാം, നമ്മുടെ ഫയലിലേ കാക്കേനെയും പൂച്ചേനെയും തത്തമ്മേനെയും ഒക്കെ വരച്ചു വെച്ചിട്ടാ പുള്ളി പോയത്. ഫയലിലോ? സാറേ, 2 കോഴി മരിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട ഇട്ടിട്ട് നിൽക്കണം. നല്ല വര കേട്ടോ. എന്റെ മന്മത, ഇനി അയാളെങ്ങനെ മീൻ പൊതിയാനെന്ന് പറഞ്ഞിട്ട് ഫയൽ എടുത്തോണ്ട് പോയി കാണൂ? ഉണ്ടാവും സാർ, ഉണ്ടാവും. എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഇനി ഫയൽ അന്വേഷിക്കുമ്പോഴേ അറിയുള്ളൂ. മണ്ടോദരി മാഡം, A4 പേപ്പറിൽ എങ്ങനെയാണ് മീൻ പൊതിയണത്? അതുപോലെ നത്തോലി ചെമ്മീനൊക്കെ പൊതിയല്ല. അയ്യോ, ഇപ്പൊ നത്തോലിയുടെ സീസൺ അല്ല, ഇപ്പൊ ചൂര, വാള, വലിയ മീനിന്റെ സീസൺ അല്ലേ. നമസ്കാരം. നമസ്കാരം. അല്ല പ്യാരി മെമ്പറെ, ആ പാടത്ത് മീനൊക്കെ കൊണ്ടുപോയിട്ട് ആകെ ചീഞ്ഞ് നാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതിനിപ്പോ ശമനം കിട്ടിയോ? ഒന്നും പറയണ്ട സാറേ, ആ പ്രദേശത്തെ ആളുകൾക്ക് മീൻ നാറിയിട്ട് ജീവിക്കാൻ പറ്റാനില്ല എന്ന് പറഞ്ഞ് സംഘം ചേർന്ന് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു 125 ലോഡ് ഗ്രാവൽ അടിച്ച് ആ പ്രദേശം അങ്ങോട്ട് നികത്തി മണം പരിഹരിച്ച്. അതെ, കൗൺസിലർമാരായതാ ഇതുപോലെ വേണം, കണ്ട് പഠിക്കണം. ജനങ്ങളുടെ ഒക്കെ ഒരു ഭാഗ്യേ അല്ലേ? അത്രക്കൊന്നുമില്ല നമ്മുടെ ഒരു ചുമതല. അല്ല സെക്രട്ടറി, നമ്മുടെ പ്രതിരോധ പ്രവർത്തനമൊക്കെ ഉഷാറല്ലേ? സൂപ്പറാണ് സാറേ, സൂപ്പറാണ്. നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായമാണ് സാറേ. പ്രതിപക്ഷത്തിന് തീരെ അഭിപ്രായമില്ല. അതെ, തീരെ അഭിപ്രായമില്ല. ഈ പ്രതിപക്ഷത്ത് നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളെ ശീതളിനെ കുറിച്ചല്ലേ? ഓന്റെ കാര്യം വിട്ടേക്ക്, ഓന് തലയിൽ ആൾ താമസമില്ലല്ലോ. ഇല്ല, അതില്ല. അത് തന്നെയല്ല, നമ്മുടെ പ്രതിപക്ഷ കൗൺസിലർ സുഗതനില്ലേ, പുള്ളിയുടെ ഡിവിഷനിൽ ഇതുവരെ ജാഗ്രതാ സമിതി പോലും ചേർന്നിട്ടില്ല. പിന്നെ ആളുകളുടെ ഇടയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താലും കുറ്റം, ഇതൊന്നും കുറ്റമല്ല. കണ്ണുകടിയാണ്, കണ്ണുകടി. അല്ല, ചെയർമാന്റെ ഡിവിഷനില് ദുബായിന്ന് ഒരാള് വന്ന വിവരം കിട്ടിയിട്ടും വേണ്ട നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ആരതൊക്കെ പറഞ്ഞുണ്ടാക്കണത്? അതൊക്കെ അറിയിക്കേണ്ടടുത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അറിയിച്ചില്ലേ, ചെയർമാൻ അത് വിളിച്ച് അറിയിച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ സംഘം ചേർന്ന് അയാളുടെ വീട്ടിലോട്ട് കല്ലെറിഞ്ഞ് അവർ ഓടിച്ചില്ലേ. അവരുടെ ബന്ധുക്കളെയും തേടി പിടിച്ച് എറിഞ്ഞ് ഓടിച്ചു. അത് ചെയർമാൻ ഇടപെട്ടുകൊണ്ടല്ലേ. പക്ഷെ അതൊരു ശരിയായ നടപടി അല്ല എന്ന് നമ്മുടെ ശീതളുടെ അഭിപ്രായം. ശീതളിനുണ്ടാവും. ശീതളിന് നാളെ എന്ത് വാർത്ത കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. സെക്രട്ടറി, നിങ്ങൾ ആ ശീതളിനോടൊന്ന് പോവാൻ പറയുന്നത്. സാറേ, ഇത് ഞങ്ങൾ തുടർഭരണം ഉറപ്പിച്ചതിന്റെ കണ്ണുകടിയാണ് ഉമായിരിക്കും. ആർക്കാണ് ഇവിടെ കണ്ടത്? ആർക്കവിടെ തുടർഭരണം കിട്ടാൻ പോണേ? ഞങ്ങൾക്ക് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ജനങ്ങളെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും തുടർഭരണം കിട്ടുന്നത്? ഈ മാസ്ക് ഫ്രീ കൊടുത്തത് പിന്നെ ആരാണ്? കൊറോണയും ഫ്രീ കൊടുത്തത് നിങ്ങളല്ലേ? പറയണ്ട. എന്താ ഇപ്പൊ നിങ്ങൾ രണ്ടാൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? ഇതെന്തുട്ട് ഈ പറഞ്ഞേ? ഇത് പ്രിൻസിപ്പാൾക്ക് എന്താ കോളേജിലെ കാര്യം പറഞ്ഞ പോലെയല്ല. എടോ, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞാനും പ്യാരി രാവിലെ തന്നെ ഇവിടെ എത്തിയത്.
ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി വരല്ലേ? സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഒറ്റക്ക് ചെയ്തോളാം. ഞങ്ങൾ കാണുന്നുണ്ട്. അതെ സാറേ, സാറേ നടന്നേ ഒരു കാര്യം പറയണ്ടേ? എന്താ സെക്രട്ടറിയോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അയ്യ ഇയാൾ എന്തിട്ട് ഈ പറഞ്ഞേ? സെക്രട്ടറിയോട് പല കാര്യങ്ങളും ഞങ്ങൾക്ക് സംസാരിക്കാണ്ടാവും. സെക്രട്ടറി നിങ്ങളുടെ സ്വകാര്യ സ്വത്തൊന്നല്ല. എവിടുന്ന വരണ ഇയാള്? ഞാനും പറയാം, ഈ ഒറ്റയ്ക്ക് പറയണ്ട. കാട്ടിയ അല്ല, ഞങ്ങൾ സാർ അങ്ങോട്ട് പോകരുത്. എങ്ങോട്ട് പോണത്? ഞാൻ എന്റെ പേരിൽ അടി ഉണ്ടാവണ്ടേ? ചാവുന്നവര് കസേര കെട്ടിപ്പിടിച്ചിരിക്കാന്ന് മോഹിക്കുന്നു വേണ്ട. കഴിഞ്ഞു, നിങ്ങളുടെ കത്തിക്കൽ കഴിഞ്ഞു. അത് നമുക്ക് നോക്കാം. നോക്കല്ലേ? നോക്കാം. 1.5 രൂപയുടെ മാസം കൊടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഇതൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചേക്കാണ്. ഇനി 10-15 കൊല്ലത്തൊക്കെ നിങ്ങൾ ഉഷ്ണിക്കണ്ട.